ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചാട്ട് മസാലയുടേതാണ്. തികച്ചും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അത് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ചെറിയൊരു ഇഞ്ചി കഷ്ണം പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയാണ്. അതും അതേമാതിരി വളരെ കുറച്ച്. അപ്പോൾ നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചാണ് ഇത് ചേർക്കുന്നത്. വാളംപുളി ഇട്ട് അതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ഒരു 4-5 ഇതൾ കറിവേപ്പില കൂടി ചേർക്കണം. അതില്ലെങ്കിൽ നമ്മൾക്ക് പുതിന ഇല അതും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും കരിയാതെ തന്നെ ശ്രദ്ധിക്കണം. ഇനി അതേ അളവിൽ നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നേ കട്ടായിട്ട് ചേർക്കണം. അതേ അളവിൽ തന്നെ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാശ്മീരി മുളക്, ഒരു കളറിന് വേണ്ടി അതും ചേർത്തിട്ടുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ചാട്ട് മസാല കിട്ടുന്ന പല കളറിലായിരിക്കും. ചില സ്ഥലത്ത് ബ്രൗൺ കളറായിരിക്കും, ചില സമയത്ത് അതിൽ ലൈറ്റ് കളറായിരിക്കും. ഈ സമയത്ത് വലിയ ജീരകം, അതും ഒരു 3/4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരേ അളവിൽ നമ്മൾ ചേർക്കേണ്ടത്. അതുകൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇനി 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു അതുകൂടി നമുക്ക് അതിൽ ചേർക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പട്ട ഗ്രാമ്പു ചേർത്ത് കൊടുക്കണ്ട, ഏകദേശം ഒന്ന് പകുതിയാവുന്ന സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒട്ടും കരിയാതെ തന്നെ ഇത് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് ലാസ്റ്റ് അതേ ഒരളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കാം. അപ്പോൾ ചെറിയ ജീരകം നമ്മൾ നേരത്തെ ചേർക്കരുത്, അതിനൊപ്പം അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. അത് ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള പൊടിയുപ്പും കൂടി ചേർക്കാം. അതുകൂടി ചേർത്ത് ആ ഉപ്പൊന്ന് ഡ്രൈ ആവുന്നവരെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾക്ക് കടകളിലൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതൊരു പൊടിക്കുന്ന ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2-3 പൾസ് ആയിട്ടിങ്ങനെ കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായിട്ടില്ല, ഒന്നുകൂടി നൈസായിട്ട് നമ്മളത് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു മണമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ പൊരിച്ച കോഴി, അതേമാതിരി ചിക്കൻ 65 അതേപോലുള്ളതിലൊക്കെ മേൽപ്പൊടിയായിട്ട് വെതറി കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചാട്ട് മസാല എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ നമ്മൾ മാങ്ങ, പൈനാപ്പിൾ, പേരയ്ക്ക ഇതിലെല്ലാം നമ്മൾക്ക് കട്ട് ചെയ്ത് വെതറി കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രുചിയുണ്ടാവും. പിന്നെ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചതിലും ഇതേമാതിരി നോർത്ത് ഇന്ത്യക്കാർ കഴിക്കാറുണ്ട്. ഞാനതൊരു ചില്ല് കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെപ്പറൊക്കെ ഇട്ട് വെക്കുന്ന ആ പാത്രമാണ്, അതിലേക്ക് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഒരു 6 മാസമൊക്കെ അത് കേടുകൂടാതൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. ഒരു 3 സ്പൂൺ തൈര് എടുക്കുക, അതിലിത് 1 സ്പൂൺ മിക്സ് ചെയ്യുക. അങ്ങനെ നല്ലൊരു രുചിയാണ്. അപ്പോൾ അടിപൊളിയല്ലേ. ഇന്നിപ്പോൾ ഞാനത് പേരക്കയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ചാട്ട് മസാല കടയിൽ നിന്ന് വാങ്ങേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.